السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദരണീയരായ ശ്രോതാക്കളെ, ഇന്നും കൂടി നമ്മുടെ വിഷയം നിസ്കാരത്തെപ്പറ്റിയാണ്. അതിൻ്റെ സയൻറ്റിഫിക് റീസർച്ചാണ്. നിസ്കാരം മുഖേന നമുക്ക് ലഭിക്കുന്ന നമ്മുടെ മനസ്സിനും ശരീരത്തിനും എന്തൊക്കെ ഗുണഫലങ്ങളാണ് എന്നുള്ളതാണ്. അതിനെപ്പറ്റി വിശദമായി പറയുകയാണെങ്കിൽ 1-2 മാസം പറഞ്ഞാലും തീരൂല. വളരെ ഷോർട്ടാക്കിയിട്ടാണ് പറയുന്നത്. ഗവേഷകർ നടത്തിയ പഠനത്തിൽ അവർക്ക് ഒരുപാട് ഇതിൻ്റെ റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് അവർ പറയുന്നത് അത് നമ്മുടെ ശരീരത്തിന് അതുപോലെ തന്നെ മനസ്സിനും വലിയൊരു ആരോഗ്യം നൽകുന്നു എന്ന് മാത്രമല്ല, വലിയ ഒരു ആശ്വാസവും അത് മുഖേന കിട്ടുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് റീത്തം, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ താളം, അതിനത് കൺട്രോൾ ചെയ്യുന്നുണ്ട്, അത് നിലക്ക് നിർത്തുന്നുണ്ട്, അതിൻ്റെ തനതായ രൂപത്തിൽ ചലിക്കുന്നുണ്ട് എന്നും അവർ പറയുന്നു. അതോടൊപ്പം അവർ പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം ഓർത്ത് വേറെ ഒരു ചിന്തയും വരാതെ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ ഓർത്ത് നിസ്കരിക്കുന്നവരിലാണ് ഈ കാര്യങ്ങൾ കണ്ടുവരുന്നത് എന്ന് പറയുന്നുണ്ട്. ഒരു വലിയ ഗവേഷകൻ, വലിയ ഡോക്ടർ സുഹൈർ റബി, അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, അൽ ഇസ്തിശ്ഫാഉ ബിസ്സലാഹ് എന്ന്. ഈ നിസ്കാരം കൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് ആരോഗ്യം കിട്ടും എന്നുള്ള ഒരു കിതാബ്. അതിൽ അദ്ദേഹം വളരെ വിശദമായി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവർ ഈ എല്ലാ നിസ്കാരങ്ങളെപ്പറ്റിയും റിസർച്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് അള്ളാഹു ഖുർആൻ ഷരീഫിൽ പറഞ്ഞ മധ്യസമയത്തുള്ള നിസ്കാരത്തെപ്പറ്റിയും എല്ലാം അവർ റിസർച്ച് ചെയ്ത് അതിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തി. അവർ പറയുന്നു, ഇങ്ങനെ ഈ എല്ലാ നിസ്കാരങ്ങളും അള്ളാഹുവിനെ മാത്രം പേടിച്ച് വളരെ അത്യന്തം മെഡിറ്റേഷനോടുകൂടെ, ധ്യാനത്തോടുകൂടി അള്ളാഹുവിനെ മാത്രം ഓർത്ത് നിസ്കരിക്കുന്നവർക്ക് യാതൊരു രോഗം വരാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് പറയുന്നു. ഈ പറയുന്നത് വളരെ കറക്റ്റാണ്. എങ്കിലും ഇന്ന് രോഗങ്ങൾ വരുന്നുണ്ട്. എത്ര അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിൻ്റെ പേടിയും ഭയവും അള്ളാഹുവിനെ മാത്രം ഓർക്കലും ഇന്ന് വളരെ കുറവാണ്. അങ്ങനെ ചെയ്യുന്നവരിലും ചിലപ്പോൾ കാണാം അത് നമ്മുടെ ഫുഡിൻ്റെ കുറവ് കൊണ്ടാണ്. അരുതാത്ത ഫുഡുകളും അതിൻ്റെ തോതുകളെ പരിഗണിക്കാതെ അങ്ങനെ കഴിക്കുന്നത് കൊണ്ടാണ് ചിലപ്പോൾ ഇങ്ങനെ രോഗങ്ങൾ കാണുന്നത്. കാരണം സഹാബാക്കൾ അള്ളാഹുവിനെ മാത്രം പേടിച്ച് അള്ളാഹുവിനെ മാത്രം ഓർത്ത് യാതൊരു ചിന്തയും വരാതെ നിസ്കരിച്ചവരായതുകൊണ്ട് അവർക്ക് രോഗം ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം അവരുടെ ഫുഡുകളും ഭക്ഷണങ്ങളും വളരെ വളരെ ശുദ്ധമായിരുന്നു. പിന്നെ ഇതിനെപ്പറ്റി നടന്ന വലിയ ഒരു പഠനത്തിൽ ഈ നിസ്കാരത്തെ പറ്റി അവർ പറയുന്നു, വളരെ പെർഫെക്റ്റായിട്ട് അതിൻ്റെ തനതായ രൂപത്തിൽ നിസ്കരിച്ചവർക്ക് വെരിക്കോസ് വീന് വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പറയുന്നു. ഡോക്ടർ തൗഫീഖ് അൽവാൻ, അതായത് ഒരു അലക്സാണ്ടറിയയുടെ മെഡിക്കൽ ഫാക്കൽറ്റിയുടെ പ്രൊഫസറാണ് അദ്ദേഹം, ഒരു വലിയ ഗവേഷകനാണ്. അദ്ദേഹമാണ് പറയുന്നത്, ഇങ്ങനെ അള്ളാഹുവിനെ മാത്രം പേടിച്ച് അള്ളാഹുവിൻ്റെ ഭയത്തോടെ യാതൊരു ചിന്തയും വരാതെ നിസ്കരിക്കുന്നവർക്ക് വെരിക്കോസ് വീന് വരാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വെരിക്കോസ് വീന് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഏകദേശം നാം കാണുന്നത് ഈ ബേക്ക് ഭാഗത്തിലായിട്ട് മുട്ടിൻ്റെ അടിയിലാണ്. അതായത് ഞരമ്പുകളെല്ലാം ഒരു പച്ച പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അത് അവിടെ മാത്രമല്ല, മറ്റു പലയിടത്തും വരുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്.
ഇതൊക്കെ സയന്റിഫിക്കൽ റീസർച്ചുകളാണ്. അവരവിടെ പറഞ്ഞത് ഈ നിസ്കാരം നമ്മുടെ എല്ലുകൾക്ക് വലിയൊരു ബലം നൽകും, ഒരു ശക്തി നൽകും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ സയന്റിഫിക്കൽ റീസർച്ചിൽ പൂവായ കാര്യമാണ് അവർ പറഞ്ഞത്. എന്ന് മാത്രമല്ല, അവർ പറഞ്ഞ പ്രയർ ഈ സൈക്കോളജിക്കൽ റെമഡി എന്നാണ്. അതായത് ഈ നിസ്കാരം, അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ മാത്രം ഓർത്ത് നിസ്കരിക്കുന്ന ഈ നിസ്കാരം, അത് നമ്മുടെ മനസ്സിന് വലിയൊരു ഔഷധമാണ്. പിന്നെ മാനസിക രോഗങ്ങൾ ഒന്നും വരികയില്ല എന്നാണ് പറയുന്നത്. പിന്നെ വലിയൊരു റിസർച്ചർ, വലിയൊരു സയന്റിസ്റ്റ് ഡോക്ടർ തോമസ് ഇസ്ലോം, അദ്ദേഹം മെഡിസിനിൽ നോബൽ വിന്നറാണ്, നോബൽ പ്രൈസ് ലഭിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ റീസർച്ച് നടത്തിയിട്ട് അദ്ദേഹത്തിന് കിട്ടിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്, prayer is very important, it has tranquility for heart and calms nerves എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിസ്കാരം അത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അത് മുഖേന നമ്മുടെ ഹാർട്ടിന് ഒരു സ്ഥൈര്യം, ഒരു സ്ഥിരത ലഭിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ഞരമ്പുകളുടെ വലിയ ഒരു സിസ്റ്റമിന് വലിയ ഒരു ആശ്വാസവും ലഭിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് പ്രയർ ബ്രിങ് അമേസിങ് എനർജി ടു ദിസ് സിസ്റ്റം ആൻഡ് പാർട്സ് ഓഫ് ദ ബോഡി എന്നാണ് പറഞ്ഞത്. അതായത് നിസ്കാരം വളരെ അത്ഭുതകരമായ ഒരു ശക്തി നമ്മുടെ ഈ ശരീരം എന്ന സിസ്റ്റമിന് നൽകുന്നു. അതുപോലെ തന്നെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും അത് നൽകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദ പ്രയർ ഈസ് എ ഗ്രേറ്റസ്റ്റ് ജനറേറ്റർ ഓഫ് എനർജി വിച്ച് ഐ ഹാവ് നോൺ ടിൽ ടുഡേ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്ത റിസർച്ചുകളിൽ വെച്ചു എനിക്ക് ഇന്ന് വരെ അറിഞ്ഞ കാര്യങ്ങളിൽ നിസ്കാരം വലിയ ഒരു ശക്തി നൽകുന്ന ഒരു ജനറേറ്ററാണ് അത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പറയുന്നു, നിസ്കരിക്കുന്നവർ പലരും പല മരുന്നുകൾ കഴിച്ചിട്ട് വരെ സുഖമാകാത്ത പല രോഗങ്ങളും നിസ്കാരം പെർഫെക്റ്റായി നിസ്കരിച്ചത് കൊണ്ട് അവരുടെ രോഗങ്ങൾ മാറിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഇനി ആരെങ്കിലും രോഗം വന്നാൽ മരുന്ന് വാങ്ങാതെ നിസ്കരിക്കാൻ മാത്രം നിൽക്കരുത്. മരുന്ന് വാങ്ങിക്കണം, നിസ്കരിക്കുകയും വേണം. അത് അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ മാത്രം ഓർത്ത് യാതൊരു ചിന്തയും വരാതെ നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുന്നവർക്ക് ഒരു രോഗം ഉണ്ടാവില്ല, ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. അത് നമുക്ക് പാഠമാണ്. സഹാബാക്കളും താബീങ്ങളും താബിത്താബീങ്ങളും ഇമാമിങ്ങളൊക്കെ നമുക്ക് പാഠമാണ്. അവർക്ക് രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണാർത്ഥം പല രോഗവും ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ നമുക്ക് ഈ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നത് നിസ്കരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയെങ്കിലും ബാക്കിയാകുന്നത് എന്ന്. കാരണം ഇല്ല എങ്കിൽ നാം കഴിക്കുന്ന ഈ അരുതാത്ത പല ജാതി ഫുഡുകളെ കൊണ്ട് പലതും ചിലപ്പോൾ സംഭവിച്ചേക്കും. പക്ഷേ ഈ നിസ്കാരമാണ് അതിനെ തടയുന്നത്. എങ്കിലും ആ ഫുഡുകളൊക്കെ സൂക്ഷിച്ച് കഴിക്കേണ്ടത് കഴിക്കാൻ പറ്റാത്തത് കഴിക്കാതിരുന്നത് കൊണ്ട്, ഈ നിലക്ക് നന്നായി അള്ളാഹുവിനെ മാത്രം ഓർത്ത് നിസ്കരിച്ചത് കൊണ്ട്, അള്ളാഹുവിനെ മാത്രം പേടിച്ച് നിസ്കരിച്ചത് കൊണ്ട് നമുക്ക് പല ജാതി രോഗങ്ങളെയും തടയാൻ പറ്റും. പല രോഗങ്ങളെയും നമുക്ക് തടയാൻ പറ്റും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു തആല നമുക്ക് അള്ളാഹുവിനെ മാത്രം ഓർത്ത് അള്ളാഹുവിൻ്റെ പേടിയോടെ നിസ്കരിക്കുവാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.